വി.എം. സുധീരൻ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് വി.എം. സുധീരൻ വ്യക്തമാക്കി. രാജിക്കത്ത് ഇന്ന് തന്നെ ഹൈക്കമാൻഡിന് കൈമാറും. തന്റെ രാജിക്ക് രാഷ്ട്രീയ കാരണങ്ങൾ ഒന്നും തന്നെയില്ലെന്നും സ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒഴിയുക എന്നതാണ് തന്റെ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. തികച്ചും നാടകീയവും ആശങ്ക നിറഞ്ഞതുമായ ഒരു വാർത്താ സമ്മേളനത്തിനാണ് കെ.പി.സി.സി ആസ്ഥാനം വേദിയായത്. കേരളം അരക്ഷിതമായ അവസ്ഥയിലാണ്, ഭരണകൂടം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നിങ്ങനെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ സംസാരിച്ച കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ പെട്ടെന്ന് തന്റെ നിലവിലെ പദവിയെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും പദവിയിൽ തുടരുന്ന കാര്യവും സസ്പെൻസ് വെച്ച് വിശദീകരിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല, ആ തീരുമാനവും പ്രഖ്യാപിച്ചു. ചികിത്സയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും എന്നുള്ളതുകൊണ്ടും വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. അതുകൊണ്ട് കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ തുടരുന്നത് ഉചിതമല്ല. കെ.പി.സി.സി അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജിവിഷയം ആരോടും കൂടിയാലോചന നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ വി.എം. സുധീരൻ തന്റെ തീരുമാനം പിന്നീടാണ് എ.ഐ.സി.സി നേതൃത്വത്തെയും അറിയിച്ചത്. തുടർന്ന് അദ്ദേഹം രാജിക്കത്ത് കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് അയച്ചു. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമാണോ ഈ രാജിക്ക് പിന്നിലെന്ന ചോദ്യത്തിന് വി.എം. സുധീരന്റെ പ്രതികരണം ഇങ്ങനെ: ഇത് വേറെ യാതൊരു ഇന്നർ പോളിറ്റിക്സും ഇല്ല, യാതൊരു ഇന്നർ പോളിറ്റിക്സും ഇല്ല. പറ്റുന്നതുകൊണ്ടല്ല, വേണമെങ്കിൽ എനിക്ക് തൽക്കാലത്തേക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചുമതലയേൽപ്പിക്കാം. പക്ഷെ അത് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്. ഏത് സ്ഥാനം ഏറ്റെടുത്താലും ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നേ വരെ പുലർത്തി പോന്നിട്ടുള്ള ഒരു രീതി. അതാണ്. ബദൽ ക്രമീകരണം എ.ഐ.സി.സിയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ലീവ് എടുക്കുന്നതിനോ മറ്റൊരാൾക്ക് ചാർജ് നൽകുന്നതിനോ വ്യക്തിപരമായി തനിക്ക് താല്പര്യമില്ല. പുതിയ പ്രസിഡന്റിന്റെ കാര്യത്തിൽ എത്രയും വേഗം ബദൽ ക്രമീകരണം എ.ഐ.സി.സി ഒരുക്കുമെന്നും വി.എം. സുധീരൻ വ്യക്തമാക്കി. പ്രസിഡന്റായി പ്രവർത്തിച്ചപ്പോൾ എല്ലാവരും നൽകിയ പിന്തുണയ്ക്ക് സുധീരൻ നന്ദിയും പറയാൻ മറന്നില്ല. 2014 ഫെബ്രുവരി 10 കെ.പി.സി.സി പ്രസിഡന്റ് പദവിയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ വി.എം. സുധീരൻ അപ്രതീക്ഷിതമായി തന്നെ ആ പദവി ഒഴിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വി.എം. സുധീരനെ മാറ്റി സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായ പശ്ചാത്തലത്തിലാണ് രാജി. ആരോഗ്യപരമായ കാരണങ്ങൾ എന്ന് പറയുമ്പോഴും എ.ഐ ഗ്രൂപ്പുകളെ എതിർത്ത് അധ്യക്ഷ സ്ഥാനത്ത് തുടരുക അസാധ്യമാണെന്ന് സ്വയം ബോധ്യമായ സാഹചര്യത്തിൽ കൂടിയാണ് സുധീരന്റെ രാജി. തനിക്കെതിരെ ഗ്രൂപ്പുകൾ ഒന്നിച്ചു നീങ്ങുന്ന പശ്ചാത്തലത്തിൽ മുഖം രക്ഷിക്കാൻ രാജി സഹായിക്കും എന്ന കണക്കുകൂട്ടലും പൊടുന്നനെയുള്ള തീരുമാനത്തിന് പിന്നിലുണ്ട്. 2014 ഫെബ്രുവരിയിലാണ് ഹൈക്കമാൻഡിന്റെയും എ.കെ. ആന്റണിയുടെയും ആശീർവാദത്തോടെ വി.എം. സുധീരൻ കേരളത്തിലെ ഗ്രൂപ്പുകളെ വെട്ടി അധ്യക്ഷസ്ഥാനത്തെത്തുന്നത്. പിന്നീടുള്ള 3 വർഷക്കാലവും അധ്യക്ഷസ്ഥാനം സുധീരന് അത്ര സുഖകരമായിരുന്നില്ല. സുധീരനെതിരെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒന്നിച്ച് കരുക്കൾ നീക്കി. ഉമ്മൻചാണ്ടിയും സുധീരനും നേർക്കുനേർ പൊരുതുന്ന കാഴ്ചയായിരുന്നു പിന്നീട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിത്വ ചൊല്ലി ഇരുവരും തമ്മിൽ കടുത്ത വാഗ്വാദങ്ങൾ. യു.ഡി.എഫ് സർക്കാരിനെ പരസ്യമായി വിമർശിക്കുന്നിടം വരെ എത്തി സുധീരൻ പിന്നീട്. ഇത് ഉമ്മൻചാണ്ടിയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. മദ്യനയത്തിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയത് പ്രശ്നം കൂടുതൽ വഷളാക്കി. പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടത് സുധീരനെതിരെ പരാതികൾ ഹൈക്കമാൻഡിന് എത്തുന്നതാണ്. സുധീരൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തെത്തിയ ശേഷം സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം ദുർബലമായി എന്നുമായിരുന്നു പരാതികൾ. ഏറ്റവും ഒടുവിൽ ഡി.സി.സി അധ്യക്ഷന്മാരുടെ നിയമനത്തോടെ ഗ്രൂപ്പ് പോര് ശക്തമായി. ഡി.സി.സി അധ്യക്ഷന്മാരെ നിയമിച്ചതിൽ എ ഗ്രൂപ്പിനുണ്ടായ തിരിച്ചടി ഉമ്മൻചാണ്ടിയെ ചൊടിപ്പിച്ചു. തുടർന്നുള്ള ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങൾ ഏതു വിധേനയും സുധീരനെ താഴെയിറക്കുക എന്നതായിരുന്നു. ഇതിനുവേണ്ടി ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്നുപോലും ഉമ്മൻചാണ്ടി വിട്ടുനിന്നു. 5 നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന പ്രബലന്റെ ആവശ്യം അംഗീകരിച്ച് കേരളത്തിൽ പുനഃസംഘടന ഉണ്ടായാൽ താൻ നാണം കെട്ട് ഇറങ്ങേണ്ടിവരുമെന്ന തോന്നലുകളും സുധീരന്റെ രാജിക്ക് കാരണമായി. ഉമ്മൻചാണ്ടിയുടെ വലങ്കയായ കെ.സി. ജോസഫിന്റെ പ്രസ്താവനകളും പൊടുന്നനെയുള്ള രാജിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. ജി കാർത്തികേയനായിരുന്നു കെ.പി.സി.സി അധ്യക്ഷനെങ്കിൽ യു.ഡി.എഫിന് തുടർഭരണം ലഭിക്കുമായിരുന്നു എന്നായിരുന്നു കെ.സി. ജോസഫിന്റെ പ്രസ്താവന. ഇതിനു പിന്നിൽ ഉമ്മൻചാണ്ടിയാണെന്നാണ് സുധീരന്റെ വിലയിരുത്തൽ. ഗ്രൂപ്പുകൾ ഒന്നിച്ചെതിർത്തിട്ടും കെ.പി.സി.സി അധ്യക്ഷ പദവിയിലെത്തിയ സുധീരനെ ഒടുവിൽ ഗ്രൂപ്പുകൾ തന്നെ പുകച്ച് പുറത്തു ചാടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുധീരന്റെ രാജിക്ക് പിന്നിൽ സംഘടനാ പ്രശ്നങ്ങളില്ലെന്ന് രമേശ് ചെന്നിത്തല. രാജി അപ്രതീക്ഷിതമാണെന്ന് ഉമ്മൻചാണ്ടി. ഔദ്യോഗിക പദവി ഏറ്റെടുക്കാനാകില്ലെന്നും ഉമ്മൻചാണ്ടി. രാജി ദൗർഭാഗ്യകരമെന്ന് എ.കെ. ആന്റണിയും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് കെ. മുരളീധരനും പ്രതികരിച്ചു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ മീഡിയയിൽ നിന്നാണ് വിവരം അറിഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് എന്ന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പറഞ്ഞു എന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനവും സ്വീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, രാജിയുടെ ആവശ്യമില്ല, അസുഖമാണെങ്കിൽ നമുക്ക് ആരെങ്കിലും വൈസ് പ്രസിഡന്റുമാർക്ക് നമുക്ക് ചാർജ് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം രാജിയിൽ അത് ഉറച്ചു നിൽക്കുകയായിരുന്നു ഉണ്ടായത്. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, വി.എം. സുധീരൻ
KPC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃനിരകളിൽ തന്നെ ഉണ്ടാകും. KPC പ്രസിഡന്റ് ശ്രീ സുധീരന്റെ രാജി തികച്ചും നിർഭാഗ്യകരമായി പോയി. കേരളത്തിലെ കോൺഗ്രസിന് ഇത് ഒരു വലിയ നഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒട്ടും പ്രതീക്ഷിക്കാത്ത തീരുമാനമായിരുന്നു. തീരുമാനം വളരെ ദൗർഭാഗ്യകരമായി പോയി. കാരണം പാർട്ടി നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ പാർട്ടി അധ്യക്ഷൻ്റെ രാജി പാർട്ടിക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു മാറ്റം മറ്റെന്തെങ്കിലും കാരണങ്ങൾ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമതയെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ PI സംസാരിച്ചിരുന്നു. അപ്പൊ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു വാർത്തയുടെ ഒരു ചലനവും നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അദ്ദേഹത്തിന് മത്സരിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ജനാധിപത്യ അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാർട്ടി തെരഞ്ഞെടുപ്പ്. വളരെ നന്നായി, കോൺഗ്രസിൽ നന്നായി. കോൺഗ്രസിന് ഇനിയൊരു നല്ല കാലം വരാൻ പോകും. അയാൾ പോയാലല്ലാതെ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഒരു നല്ല കാലം തുടങ്ങിയെന്ന് എൻ്റെ അർത്ഥം. മുണ്ടക്കയം കൊമ്പുകുത്തിയിൽ കരടിയെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തി. മഠത്തിൽ ശ്രീധരൻ എന്നയാളുടെ വീട്ടുകിണറ്റിലാണ് കരടിയെ കണ്ടെത്തിയത്. വാളയാർ കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് VS അച്യുതാനന്ദൻ. പീഡന കേസുകളിൽ പ്രതികളോടൊപ്പം ചേർന്ന് ലാഭം നേടാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും VS പറഞ്ഞു. അതേസമയം കേസിൽ 2 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. വാളയാർ അട്ടപ്പള്ളത്ത് മരിച്ച പെൺകുട്ടികളുടെ വീട് സന്ദർശിച്ച VS അച്യുതാനന്ദൻ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായെന്ന് VS പറഞ്ഞു. അന്വേഷണം കാര്യക്ഷമമാക്കണം. പല പീഡന കേസുകളിലും പോലീസ് പ്രതികളോടൊപ്പം ചേർന്ന് ലാഭം നേടാനാണ് ശ്രമിക്കുന്നത്. പ്രതികളെ രക്ഷിക്കാൻ സഹായകമായ നിലപാട് ഇവരെടുക്കില്ലല്ലോ. പോലീസ് വളരെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലയിൽ തന്നെയാണ് നീക്കുന്നത്. സംസ്ഥാനത്ത് ഇത് മാത്രമല്ല, ഒട്ടേറെ ഈ സ്ത്രീ പീഡന എല്ലാ കേസുകളിലും പോലീസിന്റെ സമീപനം പോലീസ് പല സ്ഥലങ്ങളിലും കഴിവുകേടാണ് കാണിക്കുന്നത്. പ്രതികളുമായിട്ട് ചേർന്നുകൊണ്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പെൺകുട്ടികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും VS ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് കുട്ടികളുടെ കുടുംബം VSനോട് പറഞ്ഞു. വാളയാറിൽ പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്ത യുവതിയുടെ വീടും VS സന്ദർശിച്ചു. ഇന്ന് അറസ്റ്റിലായ മധു കുട്ടികളുടെ അമ്മയുടെ സഹോദരിയുടെ മകനും ആലപ്പുഴക്കാരനായ പ്രദീപ് കുമാർ ഇവരുടെ അയൽവാസിയുമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവനന്തപുരം മലയൻകീഴ് പ്രായപൂർത്തിയാകാത്ത സഹോദരങ്ങളെ പീഡിപ്പിച്ചു. 5 വയസ്സുള്ള പെൺകുട്ടിയും 9 വയസ്സുള്ള ആൺകുട്ടിയുമാണ് പീഡനത്തിന് ഇരയായത്. സംഭവവുമായി ബന്ധപ്പെട്ട ബന്ധു വിനോദിനെ മലയൻകീഴ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോക്സോ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സഹോദരങ്ങളായ 9 വയസ്സുകാരനെയും 5 വയസ്സുകാരിയെയും മലയൻകീഴിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പരിശോധനയിലാണ് കുട്ടികൾ ഇരുവരും ലൈംഗിക പീഡനത്തിന് ഇരയായതായി ബോധ്യപ്പെട്ടത്. ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകരോടാണ് 3 മാസമായി തങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന വിവരം കുട്ടികൾ പറഞ്ഞത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിനെ വിവരമറിയിച്ചു. കുട്ടികളുടെ അടുത്ത ബന്ധു കൂടിയായ വിനോദാണ് പീഡിപ്പിച്ചതെന്ന് സഹോദരങ്ങൾ മൊഴി നൽകി. മലയൻകീഴ് പോലീസ് വിനോദിനെ കസ്റ്റഡിയിലെടുത്ത് പോസ്കോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. 2 കേസാണ് എടുത്തിരിക്കുന്നത്. 5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചതിനും 9 വയസ്സുള്ള ആൺകുട്ടിയെ പീഡിപ്പിച്ചത്. 2 പോക്സോ നിയമപ്രകാരമുള്ള കേസ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ അമ്മയുടെ അടുത്ത ബന്ധുവാണ് പ്രതി. എന്നിട്ട് ഇത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേടി കൊണ്ട് നാളിതുവരെ അവർ പറയാതിരിക്കുകയാണ്. ബോൺ മാരോ ക്യാൻസർ രോഗി കൂടിയാണ് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയായ 9 വയസ്സുകാരൻ. 3 മാസം മുമ്പാണ് കുട്ടിക്ക് രോഗനിർണയം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൈദികൻ പ്രതിയായ കുട്ടിയൂർ പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് ഹർജി ഹൈക്കോടതി തള്ളി. ഇതിനിടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട വയനാട് ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ ഫാദർ തോമസ് തേരകത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ ഫാദർ തോമസ് തേരകത്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞു. സംഘ് പരിവാറുമായി പ്രതിപക്ഷം എത്രത്തോളം സമരസപ്പെടുന്നു എന്ന് പൊതുസമൂഹം
കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. സംഘപരിവാറിനെതിരെ പോരാടാൻ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പ്രതിപക്ഷം. ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ച് ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. ഓർഡർ. മറൈൻ ഡ്രൈവിൽ ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. ശിവസേനയെയും സംഘപരിവാറിനെയും കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് പ്രത്യേക മാനസികാവസ്ഥയാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. എത്രമാത്രമാണ് RSSനോടും സംഘപരിവാറിനോടും സമരസപ്പെട്ടു പോകുന്നത് എന്ന് പൊതുവായിട്ട് കാണുന്നുണ്ട്. അതിന്റെ പ്രകടനമാണ് സാർ ഇവിടെ കണ്ടത്. അതിന്റെ പ്രകടനത്തിന് നേരെയാണ് എന്റെ വാചകങ്ങൾ ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ അംഗീകരിക്കാനാകില്ലെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തുന്നതിനിറങ്ങിയത് ദൗർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദം. സർ, അങ്ങിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ ഇവിടെ എന്റെ സീറ്റ് വിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങ് സാക്ഷിയാണ്. സർ, പച്ച കള്ളം പറയുന്നതിന്റെ അതിനു വേണ്ടി ഞാൻ എന്ത് പച്ചക്കള്ളമാ പറഞ്ഞത്? ഈ സഭ ചേർന്നുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിലും ഒരു മുഖ്യമന്ത്രിയും വെളിയിലിറങ്ങി കാര്യങ്ങൾ ആരോട് കേൾക്കാറില്ല. സഭാധ്യക്ഷനില്ലാത്തപ്പോൾ അംഗങ്ങൾ നടത്തളത്തിലിറങ്ങുന്നതിൽ തെറ്റില്ലെന്നും ഇത് സ്വാഭാവികമാണെന്നും സ്പീക്കർ. സഭയിൽ നടപടിക്രമങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ആദ്യമായിട്ടാണോ വെളിയിൽ നിന്ന് സംസാരിക്കുന്നതും ആളുകൾ സൗഹൃദം പങ്കുവയ്ക്കുന്നതും അതിനെയൊന്നും തെറ്റിദ്ധാരണാപരമായ നിലയിൽ സംസാരിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ സഭാരേഖകളിൽ നിന്ന് നീക്കി റൂളിംഗ് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ പരിഗണിച്ചില്ല. എപ്പോൾ റൂളിംഗ് വേണമെന്ന് ദയവ് ചെയ്തിട്ട് വാശി പിടിക്കരുത്. അതോടെ പ്രതിപക്ഷം സ്പീക്കർക്ക് നേരെ തിരിഞ്ഞു. മുഖ്യമന്ത്രിയും സ്പീക്കറും നിലപാടിൽ ഉറച്ചുനിന്നതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് നിയമസഭ ബഹിഷ്കരിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വാർത്ത ചിത്രീകരിക്കാനെത്തിയ കൈരളി TV വാർത്താ സംഘത്തിന് നേരെ ജീവനക്കാരന്റെ അസഭ്യവർഷം. ഫാർമസി ജീവനക്കാരൻ ദിനപ്രകാശാണ് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചത്. ആശുപത്രിയിലെ ജീവനക്കാരുടെ അനാസ്ഥ ചിത്രീകരിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയെക്കുറിച്ച് നിരവധി പരാതികളും ആവലാതികളും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഈ പരാതികളുടെ നിജസ്ഥിതി അന്വേഷിക്കാനായി ആശുപത്രിയിലെത്തിയ ഞങ്ങൾക്കുണ്ടായ അനുഭവവും വ്യത്യസ്തമായിരുന്നില്ല. ആദ്യം അവർ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടഞ്ഞു. ഈ പ്രശ്നങ്ങൾക്കിടയിലും ചിലർ അവരുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളോട് ഇവിടെ നിന്നും തുറന്നു പറയുകയും ചെയ്തു. എല്ലാം കൂടെ അകത്ത് കയറിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് മരുന്ന് തരാതെ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ രോഗികളോട് പ്രതികരിച്ചാണ് അവർ നിൽക്കുന്നത്. എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയുന്നത്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോളാണ് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. മരുന്ന് തരാതെ അവരെല്ലാം കൂടെ മുറിക്കാതെ കയറി കാര്യം പറയോ? മരുന്ന് തരുന്ന സമയം ഞങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഇവിടെ മരുന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് വന്നാണ് വളരെ വിശന്നിരിക്കുകയാണ്. ഇവിടെ മയങ്ങി വീണാൽ തന്നെ ഒരു സമാധാനം പറയേണ്ട ഗതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പലവരും പല അസുഖമായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ്. ഓരോരുത്തരും ഇത്രയും ക്യൂ ഉണ്ട്. ഇവിടെ മരുന്ന് കൊടുക്കാൻ ആളില്ല. 4 മണിക്കൂർ കൊണ്ട് ഇവിടെ നിൽക്കുന്നവരുണ്ട്. ഈ ഫ്രണ്ടിലൊക്കെ വന്നവർ 4 മണിക്കൂർ മുമ്പ് ഇവിടെ വന്നവരാണ്. ഫാർമസിസ്റ്റ് ദിനപ്രകാശ് എന്നയാൾ ഫാർമസിക്കകത്ത് നിന്നും വളരെ മോശമായ രീതിയിൽ ഞങ്ങളോട് ആക്രോശിക്കുകയും ചെയ്തു. നിന്റെ വീട്ടിലല്ലോ, നീ ഞങ്ങളുടെ സ്ഥാപനത്തിലേ വന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു, നിന്റെ കണ്ടിട്ട് പേടിച്ചിട്ട് പോയി ഞങ്ങൾ വിറ്റ് വിട്ടാളെ ഇതിന് വലിയൊക്കെ കണ്ടിരിക്കുക. ഞങ്ങൾ താങ്കളിപ്പോ തന്നെ ലൈവായിട്ട് കൊടുക്കുക. കൃത്യവിലോപത്തിന് നടപടി നേരിട്ട പത്തനംതിട്ടയിലെത്തിയ ഫാർമസി ഉദ്യോഗസ്ഥൻ രോഗികളോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ അന്വേഷിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരോടും പെരുമാറിയത്. ഇത്തരത്തിലുള്ള ജീവനക്കാരാണ് ആതുര സേവന രംഗത്തെ ഏറ്റവും കളങ്കമായി നിലനിൽക്കുന്നതും. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. കോട്ടയം MGU ക്യാമ്പസിൽ SFI പ്രവർത്തകർക്ക് വെട്ടേറ്റു എന്ന വാർത്തയാണ് നിലവിൽ ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി TP പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, MG യൂണിവേഴ്സിറ്റിയുടെ മുൻവശം വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ SFIയുടെ ജില്ലാ പ്രസിഡന്റ് അരുൺ, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ SFI യൂണിറ്റ് കമ്മിറ്റി അംഗം സച്ചു സദാനന്ദൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. കൈകൾക്കാണ് വെട്ടേറ്റുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിൽ നേതൃത്വം കൊടുത്ത ആളുകളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ അരുൺ ഗോപൻ, അതുപോലെ തന്നെ സിബി ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം എന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂരിലെ ഷാജി വധക്കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ് അരുൺ ഗോപൻ എന്നാണ് ഇപ്പോൾ പോലീസിനടക്കം ലഭ്യമായിട്ടുള്ള സൂചന.
ഇന്ന് രാവിലെ KE കോളേജിൽ ഒരു ചെറിയ രീതിയിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. കാരണം KE കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ അവരുമായി ബന്ധപ്പെട്ട ചില സാഹിത്യ പ്രസിദ്ധീകരണങ്ങളും കവിതകളും എല്ലാം തന്നെ ക്യാമ്പസിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ അശ്ലീലതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിരമ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ജിം അലക്സിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ മാർച്ച് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ക്യാമ്പസിലെ ഇന്ന് നടന്നിട്ടുള്ള കോളേജിലെ അടക്കമുള്ള പരിപാടികൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇതെന്നായിരുന്നു SFI അടക്കമുള്ളവർ ആരോപിച്ചിരുന്നത്. ജിം അലക്സിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ക്യാമ്പസിലേക്ക് പ്രകടനമായി വരികയും അവിടെ വെച്ച് ഒരു വിദ്യാർത്ഥി ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അതേ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഇന്ന് MG സർവകലാശാലയുടെ മുന്നിൽ വെച്ചും ഉണ്ടായത്. ബൈക്കിൽ എത്തിയിട്ടുള്ള സംഘം ക്യാമ്പസിനകത്തുകൂടെ ബൈക്കിൽ കറങ്ങുകയും പിന്നീട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അരുണിനെയും സജു സാറിനെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇരുവരും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ SFI പ്രവർത്തകർക്ക് വെട്ടേറ്റു. BDJS BJP സഖ്യത്തിനു ശേഷം BJP നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് BDJS BJPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി. ഇതിന്റെ ഭാഗമായാണ് ദില്ലിയിൽ BJP നേതൃത്വവുമായുള്ള ചർച്ചയിൽ നിന്ന് NDA കൺവീനറും BDJS നേതാവുമായുള്ള തുഷാർ വെള്ളാപ്പള്ളി വിട്ടുനിന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP നേട്ടമുണ്ടാക്കിയത് SNDPയുടെ സഹായത്തോടെയാണ്. എന്നാൽ പിന്നീട് BJP നേതൃത്വം തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. BDJS BJP സഖ്യത്തിനു ശേഷം BJP നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നേതൃത്വം തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് BDJS BJPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ BJP നേതൃത്വവുമായി ചർച്ചയിൽ നിന്ന് NDA കൺവീനറും BDJS നേതാവുമായുള്ള തുഷാർ വെള്ളാപ്പള്ളി വിട്ടുനിന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP നേട്ടമുണ്ടാക്കിയത് SNDPയുടെ സഹായത്തോടെയാണ്. പിന്നീട് BJP നേതൃത്വം തങ്ങളെ പറ്റിക്കുകയായിരുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. BJPക്ക് ഇവിടെ കേരളം ഭരിക്കാൻ സാധിക്കുമോ? ഒരു കാരണവശാലും കേരളം ഭരിക്കാൻ അവർക്ക് അടുത്ത കാലത്തൊന്നും സാധിക്കില്ല. അവരോടുകൂടിയാണ് ചേരാൻ ഈ ഘടകകക്ഷികൾ തയ്യാറായതെന്നത് തന്നെ അവരുടെ വലിയ മനസ്സിന് ത്യാഗമാണ്. ആ ത്യാഗം പ്രയോജനപ്പെടുത്തി അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം ഇവരുടെ സ്വന്തം വോട്ടാക്കി കണക്കാക്കിക്കൊണ്ട് ഡൽഹിയിൽ പോയി കയ്യടി മേടിക്കാൻ പോകുന്നത് ശരിയാണോ? മര്യാദയാണോ? മാന്യതയാണോ? തിരഞ്ഞെടുപ്പിൽ BJPയെ സഹായിച്ചാൽ ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങളടക്കം നിരവധി സ്ഥാനങ്ങൾ BDJSന് നൽകുമെന്നാണ് BJPയുടെ ദേശീയ നേതാക്കൾ നൽകിയ വാഗ്ദാനം. കഴിഞ്ഞ ഒരു വർഷമായിട്ടും ഈ വാഗ്ദാനം പാലിച്ചില്ലെന്ന് മാത്രമല്ല BDJSനെ അവഗണിക്കുകയും പറ്റിക്കുകയുമാണ് BJP ചെയ്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വേനൽ കടുത്തു തുടങ്ങിയതോടെ മലപ്പുറം ജില്ലയിലെ 62 പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം. പ്രതീക്ഷിച്ചിരുന്ന വേനൽ മഴ ആവശ്യത്തിന് കിട്ടാതിരുന്നത് ജലദൌർലഭ്യം നേരിടാൻ ഒരുക്കിയ പദ്ധതികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്.